നമ്മളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയം കൂടാണിത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതൊക്കെ എന്തറിവാണ്. കാരണം നമുക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ കോണ്ടെക്സ്റ്റിലും ജീവിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. എല്ലാ ജീവിതങ്ങളും നമുക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും നമ്മൾ എന്തായിരിക്കും എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം അയാളുടെ മുമ്പിൽ ഒരു 100 രൂപയുടെ നോട്ട് കിടന്നു. അപ്പം അത് കണ്ടെങ്കിലും അയാളത് എടുത്തില്ല. അയാൾ പറഞ്ഞത് ആരുടെയോ കാശ്, ഇത് എടുത്തിട്ട് എന്ത് കാര്യം, ഇത് എൻ്റെ കാശല്ലെന്ന് എനിക്കറിയാം. അയാൾ അങ്ങനെ നടന്നുപോയി. കുറേ ദൂരം കൂടെ ചെന്നപ്പം ഒരു 500 രൂപയുടെ നോട്ട് കിടന്നു. അപ്പോഴും അയാൾ പറഞ്ഞത് ഏതായാലും എൻ്റെ കാശല്ല, ഞാനിവിടെ നോക്കിക്കേണ്ട ആവശ്യമില്ല. അതും കടന്ന് അയാൾ പിന്നെയും പോയി. പിന്നെയും കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു 500 രൂപയുടെ ഒരു കെട്ട് നോട്ട് കിടക്കുന്നു. അപ്പോൾ അയാളുടെ മനസ്സൊന്ന് കുലുങ്ങി. ഇതൊരു പക്ഷേ ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടിട്ടിരിക്കുന്ന ഉത്തരവാദിത്വമാണെങ്കിലും ഞാനിത് കളഞ്ഞിട്ട് പോയ ആരായിരിക്കും ഈ കാശ്, ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കും? അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഇത് ദൈവം എനിക്ക് തന്നതാണെന്നൊരു വെളിപാട് തോന്നി അയാൾ ആ കാശ് എടുത്തു പോയി. അപ്പോൾ ഈ 500ന്റെ ഒരു കെട്ടിൻ്റെ മുമ്പിൽ ചെന്നപ്പോഴാണ് അയാൾക്ക് സത്യത്തിൽ ഈ പണത്തോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലായത്. ഇതുപോലെ നമുക്ക് ഈ ലോകത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ചെല്ലാൻ പറ്റുമ്പോഴാണ് നമുക്ക് നമ്മളെ മനസ്സിലാകുന്നത്. ഒരു മത്സ്യത്തിന് ഈ മുഴുവൻ കടലിലും നീന്തി എത്താൻ പറ്റുമോ? അതിനേക്കാൾ അതിബൃഹത്തമായ ഈ ലോകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ തപസ്സുകാരൻ പറയുന്നത് യേശു ക്രിസ്തു മരുഭൂമിയിൽ വെച്ച് പ്രലോഭനത്തെ നേരിട്ട കാര്യമാണ്. ഈ പ്രലോഭനം എന്ന് പറഞ്ഞാൽ താൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്. പിശാച് പ്രലോഭിപ്പിച്ചു എന്ന് പറയുമെങ്കിലും ദൈവത്തോടൊപ്പം മാത്രം ഇരിക്കുന്ന ഒരാൾക്ക് ദൈവം തൻ്റെ ജീവിതത്തിന്റെ സാധ്യതകളെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് എന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയാവുന്ന ഒരാൾ പറയണം. അതിനാണ് ഞാൻ ഈ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞാൽ, കാൽവരിയിൽ 3 കുരിശുകളുണ്ട്. യേശു ക്രിസ്തുവിൻ്റെത്, ഇടതും വലതും 2 കള്ളന്മാരുടേത്. വലത് കിടന്ന കള്ളൻ ഇടതേക്ക് നോക്കിയപ്പം യേശുവിനെ കണ്ടു. ക്ഷമയോടെ സ്നേഹത്തോടെ മിഴിപൂട്ടുന്ന യേശുവിനെ. അയാൾക്ക് അനുതാപം ഉണ്ടായി. ഒന്ന് മാറി ചിന്തിക്കുക. ആ നടുക്കുള്ള കുരിശ് യേശുവിനെ അങ്ങ് മാറ്റിയാൽ അയാൾ ഇടതേക്ക് നോക്കുമ്പം ഇടത് കിടക്കുന്ന കള്ളനെ കാണും. അപ്പൊ അയാൾക്ക് തോന്നും ഞാൻ ഇച്ചിരിയും കൂടെ മെച്ചപ്പെട്ട കള്ളനാണ് തോന്നും. അപ്പൊ എല്ലാവരും വിശുദ്ധരാണെന്ന് തോന്നുന്നത് ചുറ്റും ഇങ്ങനെ പലരെയും കണ്ടുപിടിച്ചിട്ടാണ്. ക്രിസ്തുവിലേക്ക് തന്നെ നോക്കുക. ക്രിസ്തുവാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ അളവുകോൽ. നമ്മൾ ഈ മരുഭൂമിയിൽ ദൈവത്തെ നോക്കിയിരിക്കുമ്പോൾ, ദൈവത്തെ മാത്രം നോക്കിയിരിക്കുമ്പോൾ ദൈവം നമുക്കൊരു വെളിപാട് തരും. ഞാൻ ആരാണ് നമുക്ക് കണ്ടെത്താം. ചുറ്റും നോക്കാതെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് മാത്രം നോക്കി ഞാൻ ആരാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്ദി.